ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. LP UP ലിസ്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ LP UP ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കടും വെട്ടാണ്, പകുതിയായി മെയിൻ ലിസ്റ്റ് മാറിയിരിക്കുന്നു. ഇപ്പൊ LP ലിസ്റ്റ് ഉണ്ട്, UP ലിസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ LP ലിസ്റ്റിലും UP ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ അവസരത്തില് കടും വെട്ടാണ് നടക്കുന്നത്. അതായത് മെയിൻ ലിസ്റ്റില് പകുതിയായി മാറുകയാണ് നമ്മുടെ ഈ ലിസ്റ്റ് വന്നപ്പോൾ കുട്ടികളുടെ എണ്ണം. കട്ട് ഓഫ് ആണെങ്കിൽ കൂടുകയും ചെയ്യുകയാണ്. ആളെ കുറയ്ക്കാന് കട്ട് ഓഫ് ഉയർത്തുന്നു. വയനാട് ജില്ലയില് LP ഷോർട്ട് ലിസ്റ്റില് 402 പേർ ഉൾപ്പെട്ടു കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റില്. എന്നാൽ ഈ വർഷം LP ലിസ്റ്റില് അത് 152 പേരായി മാറി. ഇടുക്കി ജില്ലയിൽ 301 പേർ ഉൾപ്പെട്ടത് ഈ വർഷം അത് പകുതിയായി 150 പേരായി മാറി. കണ്ണൂരിൽ 400-ൽ നിന്ന് 200-ആയി മാറി. അപ്പോൾ LP ലിസ്റ്റ് നമുക്ക് ദാണ്ടെ ഈ ഒരു കോളം നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. മെയിൻ ലിസ്റ്റില് ആലപ്പുഴ നേരത്തെ 264 പേർ, കഴിഞ്ഞ വർഷങ്ങളിൽ 403, ഇപ്രാവശ്യം 264. സപ്ലിയിലും കുറവുണ്ട്, ഭിന്നശേഷിയിലും വേരിയേഷൻ ഉണ്ട്. ആകെ മൊത്തത്തിൽ 780, കഴിഞ്ഞ വർഷം ഉള്ളത് ഇപ്പൊ 521 ഉള്ളൂ. കട്ട് ഓഫ് 30 മാർക്കുള്ള കട്ട് ഓഫ് ഈ വർഷം 42.33 മാറിയിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ ഈ വർഷം 150 പേർ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ. 301 പേരുണ്ടായിരുന്നത് 150-ആയി ചുരുങ്ങി. കട്ട് ഓഫ് 26 ആയിരുന്നു കഴിഞ്ഞ വർഷം, 38.67-ആയി കൂടി. ഇനി എറണാകുളം ജില്ലയിൽ 388 പേരാണ് മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ വർഷം. ഈ വർഷം 279 പേർ മാത്രം. ഇപ്പൊ എല്ലായിടവും ആളെ കുറയ്ക്കുകയാണ്. കട്ട് ഓഫ് 34-ൽ നിന്ന് 39-ലേക്ക് കൂടി. എല്ലായിടത്തും കട്ട് ഓഫ് കൂടുന്നു. പാലക്കാട് 447 ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം 349 ഉള്ളൂ. കട്ട് ഓഫ് കഴിഞ്ഞ വർഷം 41 ആയിരുന്നു, ഈ പ്രാവശ്യം 46.33. ഈ വർഷം കട്ട് ഓഫ് കൂടുകയാണ്. അപ്പൊ എല്ലായിടത്തും കട്ട് ഓഫ് കൂടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കട്ട് ഓഫ് കൂടുന്നു, അതുപോലെ ആളുടെ എണ്ണം കുറയുന്നു. ഇനി നമ്മൾ നിയമന ശുപാർശ ഒന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് എത്ര പേർക്ക് നിയമനം കിട്ടി എന്ന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് LP 426 പേരും, കൊല്ലം 357. ഇനി ജൂലൈ കുറച്ച് നാൾ കൂടെ ഉള്ളത് കൊണ്ട്, അതായത് എത്ര നാളുണ്ടെന്ന് നമ്മൾ പറയും, അത്രയും നാൾക്കുള്ളിൽ കുറച്ച് പേരെയും കൂടെ എടുക്കും. 239 ആയിട്ടുള്ളൂ. പത്തനംതിട്ട, ആലപ്പുഴ 193, കോട്ടയം 172, ഇടുക്കി 99, എറണാകുളം 230, തൃശൂർ 368, പാലക്കാട് 250, മലപ്പുറം 1155, കോഴിക്കോട് 442 പേരെ ആയിട്ടുള്ളൂ. വയനാട് 89, കണ്ണൂർ 144, കാസർഗോഡ് 391. അങ്ങനെ ആകെ LP ലിസ്റ്റിൽ 4555 പേരെ ആയിട്ടുള്ളൂ. UP ലിസ്റ്റിലേക്ക് പോകുമ്പോൾ ആകെ 2570 പേരെയാണ് ലക്ഷക്കണക്കിന് എക്സാം എഴുതിയതിൽ നിന്ന് ഇതുവരെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് നിയമനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളിപ്പോ എറണാകുളം ജില്ലയുടെ തന്നെ ലിസ്റ്റ് 388 പേരുണ്ടെന്ന് കണ്ടു അല്ലെ. LP ലിസ്റ്റ് 388 പേരിൽ ഇപ്പൊ എത്ര പേരെ ആയിട്ടുള്ളൂ? 230 പേരെ എടുത്തിട്ടുള്ളൂ. മെയിൻ ലിസ്റ്റിൽ നിന്ന് 230 പേർ നിയമനമായിട്ടുള്ളൂ. നമ്മൾ വയനാട് ജില്ലയിൽ 402 പേർ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് കണ്ടു. വയനാട് ജില്ലയിൽ ഈ 402 പേർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ വെറും 89 പേരെയാണ് ഇതുവരെ നിയമനം നടന്നിട്ടുള്ളത്. കണ്ണൂരിൽ 400 പേരുണ്ടായിരുന്നു. 400 പേരിൽ വെറും 144 പേർക്കാണ് ഇതുവരെ നിയമനം കിട്ടിയിട്ടുള്ളത്. ഇനി പാലക്കാടിലേക്ക് പോകുമ്പോൾ 447 പേർ ലിസ്റ്റിൽ ഉണ്ടായിട്ട് പകുതി പേർക്കൊക്കെ നിയമനം കിട്ടുന്നുള്ളൂ. 250 പേരെ നിയമനമായിട്ടുള്ളൂ. ഇടുക്കിയിൽ 301 പേർ ഉണ്ടായിരുന്നു, അതിൽ ഒരു 99 പേർക്ക് നിയമനം ആയിട്ടുള്ളൂ. ആലപ്പുഴ ജില്ലയിൽ 403 പേരുണ്ട്, ഇതുവരെ പകുതി 193 ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇതാണ് അവസ്ഥ. വളരെ പകുതി ആളുകളെ മാത്രമേ എടുക്കുന്നുള്ളൂ. കട്ട് ഓഫ് ആണെങ്കിൽ കൂടുതൽ, എക്സാം ആണെങ്കിൽ ടഫ്, എടുക്കുന്ന ആളുകളുടെ എണ്ണം ലിസ്റ്റിൽ കുറവ്, ലിസ്റ്റിൽ നിന്ന് പിന്നെ എടുക്കുന്നവരെ അതിൽ കുറവ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പൊ കട്ട് ഓഫ് ഉയർത്തുകയാണ് അല്ലെ. വയനാട് ആണെങ്കിൽ മറ്റു ജില്ലകളുടെ എല്ലാം കട്ട് ഓഫ് ഒക്കെ ഡബിൾ ആക്കുന്നത് നമ്മൾ കാണും. അതായത് 12, 10 മാർക്ക്, 8 മാർക്കൊക്കെ അത്രയും അങ്ങ് കൂട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ UPSC ലിസ്റ്റിലേക്ക് പോകുമ്പോൾ UPSC ലിസ്റ്റില് നോക്കുക, പത്തനംതിട്ട ജില്ല കഴിഞ്ഞ വർഷം 147 ഉണ്ട്, ഇപ്രാവശ്യം 99.
ആലപ്പുഴയെ മെയിൻ ലിസ്റ്റ് 203, ഇപ്രാവശ്യം ഇച്ചിരി കൂടി 220. ഇടുക്കി 301 ഉണ്ട്, ഇപ്രാവശ്യം പകുതിയായി 125. എറണാകുളം 298, ഇപ്രാവശ്യം 232. തൃശ്ശൂർ 300 ഉള്ളത് 333. മലപ്പുറം 1007, ഇപ്രാവശ്യം 645. 400ഓളം പേര് കട്ടായി. വയനാട് പകുതി താഴെയാണ്, 124 പേരേ ഉള്ളൂ ഇപ്രാവശ്യം, കഴിഞ്ഞ വർഷം 305. കണ്ണൂർ 300, ഏകദേശം അടുത്തുണ്ട്, ഒരു 50ന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ 40ന്റെ ഡിഫറൻസ്, 31 ഡിഫറൻസ്, 269. സപ്ലിയുടെ കാര്യം പറയുന്നില്ല, മെയിൻ ലിസ്റ്റിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്നത്. സപ്ലി നിങ്ങൾക്ക് കാണാം, ഭിന്നശേഷിക്കാരെയൊക്കെ നിങ്ങൾക്ക് കാണാം, ഒരു വേരിയേഷൻ, ആകെയിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. കട്ട് ഓഫ് മാർക്ക് കൂടി ഒന്ന് പറയാം. കട്ട് ഓഫിലും വേരിയേഷൻ ഉണ്ട്. UPSCയുടെ കട്ട് ഓഫ് നോക്കുമ്പോൾ കണ്ടോ, കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യം 0.33 വ്യത്യാസം. ഇത് 54 61 50 57 ഇടുക്കിയിൽ. എറണാകുളം ഏകദേശം അതേപോലെ നിൽക്കുന്നു. തൃശ്ശൂർ 61.33 62.67. 62 66 മലപ്പുറം. വയനാട് 53 ഉണ്ടായിരുന്നുള്ളൂ, 62. കണ്ണൂർ 65 65 അതേപോലെ തന്നെ നിലനിൽക്കുന്നു. അപ്പൊ കട്ട് ഓഫിന് വേരിയേഷൻ വരുന്നു, നമ്പർ ഓഫ് ആളുകൾ ലിസ്റ്റിൽ ഉൾക്കൊള്ളുന്നത് കുറവാകുന്നു, എടുക്കുന്നത് അതിൽ കുറവാകുന്നു. വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഉദ്യോഗാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് ബുക്കടയ്ക്കുന്ന പലരുമുണ്ട്, പക്ഷേ വളരെ വലിയ വിഷമ കാര്യമാണ് നടക്കുന്നത്. അവർക്കൊന്നും ജോലിയിൽ എത്താൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ നിയമന സാധ്യത മങ്ങുകയാണ്. ഇനി നിയമനം 7125 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത്. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം കിട്ടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം കേട്ടോ, അതുകൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല. മികച്ചൊരു PS തന്നെയാണ് നമ്മളുടെ. അപ്പോൾ LP ലിസ്റ്റില് UP ലിസ്റ്റിലും ഒക്കെ 2025 മെയ് 30 വരെ LPക്ക് കാലാവധി ഉണ്ട്. 2025 മെയ് 30 വരെ ഉണ്ട്, കുറെ പേരെ കൂടി എടുക്കും. UP ആണെങ്കിൽ 2025 ഒക്ടോബർ 9 വരെയാണ് കാലാവധി ഉള്ളത്. അപ്പൊ കുറെ പേരെ കൂടി എടുക്കും എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണെങ്കിലും എടുക്കുന്നവരുടെ എണ്ണം ഒക്കെ കുറയുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ 7125 പേർക്കാണ് LP UPയിലും കൂടി ഇതുവരെ നിയമനം കിട്ടിയത്. 4555 പേരും പിന്നെ അവരാണ് LP. 2570 പേർ മാത്രമാണ് UP ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കട്ട് ഓഫിന്റെ ഒരു രീതി പോയത്, അതുപോലെ ജില്ലകളിലെ ആളുകളുടെ എണ്ണം എടുത്തത്, ഇതുവരെ ജോലി കിട്ടിയവരുടെ എണ്ണം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ കൂടുതൽ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണോ ജോലി അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൈ കിട്ടുന്നത് അന്ന് പഠനം അവസാനിപ്പിക്കുക, അതുവരെ പഠിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.